ന്യൂയോർക്കിന്റെ പുതിയ മേയറായി സൊഹ്റാൻ മംദാനി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഖുറാനിൽ കൈവച്ചാകും സത്യപ്രതിജ്ഞ. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ചരിത്രപ്രസിദ്ധമായ സബ്വേ സ്റ്റേഷനിലാകും ചടങ്ങ് നടക്കുക. അജയ് സുധ ബിജു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, ഗുഡ് മോർണിംഗ്. ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നിമിഷത്തിലേക്കാണ് കടക്കുന്നത്. മംദാനിയുടെ സത്യപ്രതിജ്ഞയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് അശ്വതി, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ സൊഹ്റാൻ മംദാനി ന്യൂയോർക്കിൽ ഈ പുതുവർഷം പിറക്കുന്ന ആ നിമിഷത്തിലാണ് തൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിർവഹിക്കുക. ആദ്യത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരു സ്വകാര്യ ചടങ്ങായിട്ടായിരിക്കും. 3 സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് സൊഹ്റാൻ മംദാനി ഇപ്പോൾ നടത്താനായി ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തൻ്റെ കുടുംബാംഗങ്ങളോടും അതുപോലെ തന്നെ ഓഫീസിലുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റാഫുകളോടൊപ്പവും അദ്ദേഹം ഈ സിറ്റി സ്റ്റോപ്പ് സബ്വേ സ്റ്റേഷനിൽ വെച്ചായിരിക്കും നടത്തുക. ഇത് എന്ന് പറയുന്നത് വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന ഒരു സബ്വേ സ്റ്റേഷനാണ്. 1904 ഇതിൻ്റെ പണി കഴിപ്പിച്ച് ഏതാണ്ട് 1945 ഇത് പൂർണ്ണമായിട്ടും അടച്ചു. അതിനുശേഷം 1979 ന്യൂയോർക്കിൻ്റെ ഒരു ലാൻഡ്മാർക്കായി ഇതിനെ പ്രഖ്യാപിച്ചു. പിന്നീട് 2005 അമേരിക്കയുടെ തന്നെ ഒരു ചരിത്ര സ്ഥലമായി പ്രഖ്യാപിക്കുകയും ചെയ്ത സ്ഥലമാണ് ഈ സബ്വേ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് ഇവിടം വേദിയായിട്ടുണ്ട്. ന്യൂയോർക്കിൻ്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മംദാനി ഇവിടെ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യും എന്നറിയിച്ചിട്ടുള്ളത്. മൊത്തം 3 സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടി 3 ഖുറാനുകളാണ് സൊഹ്റാൻ മംദാനി ഉപയോഗിക്കും എന്ന് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ആദ്യത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് സൊഹ്റാൻ മംദാനിയുടെ മുത്തച്ഛനും അതുപോലെ തന്നെ ഒരു ഈ ഹാർലം നവോത്ഥാനത്തിന് രൂപം നൽകിയ ആഫ്രോ ലാറ്റിൻ എഴുത്തുകാരനായിട്ടുള്ള ആർത്തുറോ ഷോംബർഗിൻ്റെ ഖുറാനായിരിക്കും. അത് ഈ പറയുന്ന വ്യക്തി അത് സൊഹ്റാൻ മംദാനിയുടെ മുത്തച്ഛൻ കൂടിയാണ്. ഈ അമേരിക്കയിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ ഒരു അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ഒരു പങ്ക് ന്യൂയോർക്ക് എന്ന നഗരത്തെ കെട്ടിപ്പടുത്തതിൽ അവരുടെ ഒരു പങ്ക് കൂടി വെളിവാക്കുന്ന രീതിയിലാണ് ഈ ഒരു ഖുറാൻ വെച്ചിട്ട് ഈ ഒരു ആഫ്രോ ലാറ്റിൻ എഴുത്തുകാരൻ ആയിട്ടുള്ള തൻ്റെ മുത്തച്ഛൻ എഴുതിയ ഈ ഖുറാൻ ഉപയോഗിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് പറയുന്നത് അത് വിപുലമായിട്ടുള്ള ആഘോഷങ്ങളോടെയാണ്. സിറ്റി ഹാളിന് മുന്നിലായിട്ട് ഏതാണ്ട് 40,000-ഓളം പേർ വരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സൊഹ്റാൻ മംദാനി അടുത്ത് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്യുക. ഇത് അവിടുത്തെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിയോടെയാകും രണ്ടാമത്തെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ സമയം ഇന്ന് രാത്രിയോടെയാകും ഇത് നടക്കുക. ആദ്യത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നമുക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കാണാൻ കഴിയും. ഇന്ത്യൻ സമയം 10:30 US പുതുവർഷം പിറക്കുന്നത്. ആ സമയത്തായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവസാനത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളോടുകൂടി സൊഹ്റാൻ മംദാനിയുടെ മേയർ ഓഫീസിൽ വെച്ച് ആയിരിക്കും. ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്നത് ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ആയിട്ടുള്ള ലെറ്റിറ്റിയ ജെയിംസ് ആണ്. അപ്പോൾ എന്തായാലും ഇന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറുന്നതോടെ ന്യൂയോർക്കിൻ്റെ ഒരു പുതിയ ചരിത്രം കൂടിയാണ് ആരംഭിക്കുന്നത്. അതാണ് അജയ്.